ടൂറിസം ഇടം പിടിക്കാൻ കളമശ്ശേരി പടിഞ്ഞാറൻ മേഖല കാത്തിരിക്കുന്നു. കാഴ്ചകളുടെ മായിക ലോകമാണ് ദൈവങ്ങളുടെ സ്വന്തം നാട് വിനോദസഞ്ചാരികൾക്കായി ഒരുക്കാറുള്ളത്. കളമശ്ശേരിയുടെ തന്നെ ചുവടുമാറ്റുന്നതാണ് കളമശ്ശേരിയെയും ഏലൂരിനെയും ബന്ധിപ്പിക്കുന്ന മഞ്ഞുമൽ പാലത്തിന് താഴെ കളമശ്ശേരിയുടെ അതിർത്തി പ്രദേശമായ മുട്ടാർ പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. കളമശ്ശേരിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും യുവാക്കളും യുവതികളും വീട്ടമ്മമാരും എത്താറുണ്ട്. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഞാനിവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ പേര് മനോജ്. ഇതിപ്പോൾ ഇവിടെ ഒരു മിനി പാർക്ക് ആക്കണമെങ്കിൽ വളരെ നന്നായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് വളരെ വൃത്തിഹീനമായ നിലയിലേക്കാണ് ഇതിൻ്റെ പോക്ക്. പക്ഷേ ഞാനിവിടെ വരുമ്പോഴൊക്കെ കാണുന്ന ഒട്ടനവധി ഫാമിലീസും കുറേ യങ് ജനറേഷനിലുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഈ സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം വേസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ റെസിഡൻഷ്യൽ ഏരിയയാണ്. അങ്ങോട്ടുള്ള വഴികളിലൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടൊന്ന് കുമിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒരു മിനി പാർക്കിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് ഇത് ആക്കണമെങ്കിൽ വളരെ നന്നായിരുന്നു. ഏത് മിനി പാർക്കാക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ഞായറാഴ്ച ദിവസമൊക്കെ ഒരുപാട് പേര് നാട്ടുകാരായിട്ടും വിനോദസഞ്ചാരം ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. പുഴയും അടുത്തൊക്കെ ഉള്ള സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊരു പബ്ലിക് പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് വലിയ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു സജഷൻ. എന്ന് വെച്ചാൽ ഈ കാടൊക്കെ പറ്റി ഒരു പാർക്കാക്കുകയാണെങ്കിൽ വൈകുന്നേരം കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല വൈബുള്ള ഏരിയ. കളമശ്ശേരിയിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ല അല്ലേ? ഇതുപോലത്തെ ഒരു നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലം വേറെ ഇല്ല. നഗരസഭ അതിനുവേണ്ടെന്നുള്ള നടപടി സ്വീകരിക്കണം. നല്ല തണലുണ്ട്. അത്യാവശ്യം പിള്ളേർക്ക് മറ്റേ കളിക്കാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ചെറിയൊരു മിനി പാർക്കാക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. എന്താ പറയാനുള്ളത്? അതൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട് പിടിച്ചിറങ്ങുന്നതിന് നല്ലത് കുറച്ചും കൂടി വെട്ടി ക്ലീൻ ചെയ്ത് ഒരു പാർക്ക് പോലെ ഒക്കെ ആണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കും. ഇന്ന് രാവിലെ നമ്മുടെ വൈഫും പിള്ളേരൊക്കെ എല്ലാവരും വന്നിരുന്നു. പക്ഷെ അവരും ഈ പറഞ്ഞിട്ട് ഈ കാട് കിടക്കുന്ന പിള്ളേരുണ്ട് ജന്തുക്കളൊക്കെ ഉണ്ടാവുന്നുള്ള പേടിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി നല്ല കാറ്റൊക്കെ ഇട്ടിരിക്കുക അല്ലേ? ഇത് മറ്റേ ഇങ്ങനെയുള്ള സ്ഥലം കുറവാണല്ലോ. മറ്റേ നമ്മളെ ബോട്ടില്ലേ പെഡൽ ബോട്ട്, അതിന് വലിയ അപകടമില്ലാത്ത പുഴയാണിത്. ചെറിയൊരു ടൂറിസം ഈ സൺഡേയില് കുടുംബമായിട്ട് വരാറുണ്ട്. ഇവിടെ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള? ഇത് നമുക്കൊരു ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. ഒന്നുകൂടി ഒന്നും വൃത്തിയൊക്കെ ആക്കി ഒന്ന് മോഡിഫൈ ചെയ്യാൻ ഒരു പാർക്ക് പോലെയൊക്കെ ആക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ടാവില്ലേ? ഉണ്ടാവും. നമുക്ക് വൈകുന്നേരങ്ങളിൽ പിള്ളേരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അതുകൂടെ ഷട്ടർ തുറക്കുമ്പോഴാണ് ശരി കൂടുതൽ ആൾക്കാരും ഇവിടെ ഫിഷിങ്ങിനും ഇതിനൊക്കെ ആയിട്ട് വരുന്നത്. മുട്ടാർ പുഴയുടെ തീരത്ത് പ്രകൃതിയുടെ സൗന്ദര്യം നുകരാൻ എത്തുന്നവർ നിരവധിയാണ്. ഈ മനോഹരമായ സ്ഥലത്തെ തഴയുന്നുവെന്നത് ദുഃഖകരമാണ്. എന്നാൽ കളമശ്ശേരി നഗരസഭ ഈ പ്രദേശം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ പ്രദേശത്ത് ബോട്ടിംഗ്, കുട്ടികൾക്ക് വേണ്ടി പാർക്ക്, രുചിക്കാനുള്ള സൗകര്യം തുടങ്ങിയവയിൽ നിന്നും വരുമാന മാർഗം കണ്ടെത്താം.